തലയിലെ താരൻ, തലയിൽ വെളുത്ത പൊടി പോലുള്ള പടലങ്ങൾ, അതേപോലെ തന്നെ ചിലർക്ക് അത് സ്കിന്നുമായിട്ട് കടന്നു വരാം. ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ താരൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഈ താരൻ സ്കിന്നിൻ്റെ മാത്രം പ്രശ്നമാണോ, അതോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടലിൻ്റെ ആരോഗ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് താരൻ എന്താണ്, അത് ഏതൊക്കെ തരത്തിലാണ് ഉള്ളത്, മറ്റ് താരൻ പോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് നോക്കാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കുള്ള സംശയമാണ്, ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുമോ എന്ന് പറഞ്ഞു. ഡാൻഡ്രഫ് ഒരിക്കലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയില്ല. ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ഡ്രൈ ഫോമായിട്ട് വെളുത്ത പൗഡർ ടൈപ്പിലുള്ളതുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സുകളിലും അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ, തലയിലൊക്കെ ചിലപ്പോൾ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് പൊടിയായിട്ട് വരുന്നതുണ്ടാവും. ഇത് തലയോട്ടിയിലെ ഡെഡ് സെൽസുകളൊക്കെ അത് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയില്ല. എന്നാൽ ഇതേ ഡാൻഡ്രഫിൽ തന്നെ കുറച്ച് ഓയിലി സ്കിന്നായിട്ടുള്ളവരുണ്ട്. ഇപ്പോൾ ഡ്രൈ ഡാൻഡ്രഫും അതേപോലെ തന്നെ ഓയിലി ഡാൻഡ്രഫും ഉണ്ട്. ഡ്രൈ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ വരൾച്ചയോട് കൂടിയതായിരിക്കും. ഇത് ചിലർക്ക് ചൊറിച്ചിലും അതേപോലെ തന്നെ പുണ്ണൊക്കെ ആയിട്ട് അനുഭവപ്പെടും. ഈ ഡെഡ് സെൽസ് ഒരു പരിധിയിൽ കവിഞ്ഞ് അത് എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ, അത് കളയുമ്പോഴാണ് അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. മലേഷ്യ എന്ന് പറയുന്ന ഒരു തരം ഫംഗസ് തലയിൽ അടിഞ്ഞുകൂടുകയും കൂടുതൽ ഡെഡ് സെൽസുകൾ പൊഴിഞ്ഞു വീഴുകയും അത് കാരണം ചൊറിച്ചിലും ബുദ്ധിമുട്ടുകൾ, സ്കിന്ന് തലയോട്ടി ചുവന്ന് തടിപ്പാവുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫിലാണ് ഇങ്ങനത്തത് കാണപ്പെടുക. ഇതേസമയം ഓയിലി ആയിട്ടുള്ള ഡാൻഡ്രഫുകൾ അത് കൂടുതലും സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ഈ വെളുത്ത പൗഡർ ഫോം, വെളുത്തത് അതിന് പകരം ഒരു തരം മഞ്ഞ കട്ടിയായിട്ടുള്ള പ്രതലങ്ങളാണ് അതിൽ നിന്നും അടർന്നു വരുന്നത്, തലയിൽ നിന്നും അടർന്നു വരുന്നത്. അത് ചിലർക്ക് പിരികത്തിൻ്റെ മുകളിൽ, അതേപോലെ തന്നെ ദാടി, ഇങ്ങനത്തെ ഉള്ള രോമങ്ങളിലൊക്കെ തന്നെ കണ്ടുവരും ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള കണ്ടീഷൻ. പൊതുവേ ഈ ഡ്രൈ ആയിട്ടുള്ള ഡാൻഡ്രഫ്, ഡ്രൈ ആയിട്ടുള്ള താരനുള്ളവർക്ക് നമ്മൾ ഓയിൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. അതേപോലെ തല റെഗുലറായിട്ട് നമ്മൾ വാഷ് ചെയ്യണം, തല കഴുകുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. എന്നാൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് കണ്ടീഷൻ ഉള്ളവരിൽ ഈ ഓയിൽ, എണ്ണ എന്തെങ്കിലും പുറത്ത് പുരട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ കണ്ടീഷൻ ഒന്നുകൂടി വഷളാകത്തേ ഉള്ളൂ. ഇതിൽ തന്നെ ഒരു വ്യത്യാസമായിട്ട് സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അതിനെയും ചിലർ തലയിൽ നിന്നും ഒരു പ്രതലമായിട്ട് വന്നാൽ തന്നെ അതിനെ താരനായിട്ടാണ് പറയാറ്. പക്ഷേ ഈ സ്കാൽപ്പ് സോറിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ലൈൻ വിട്ട്, ഈ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ തലയോട്ടി ആ ഒരു ഭാഗത്തിൽ തന്നെ ആയിരിക്കും, മുടിക്കുള്ളിലായിരിക്കും അധികം ഒതുങ്ങി കിടക്കുന്നുണ്ടാവും. എന്നാൽ ഈ മുടിയുടെ ആ ഒരു ഹെയർ ലൈന് അതും അപേക്ഷിച്ച് ചിലർക്ക് കഴുത്തിൻ്റെ ആ ഭാഗത്തിലോട്ട് സ്പ്രെഡ് ആവുക, നെറ്റിയിലോട്ട് സ്പ്രെഡ് ആവുക, അവിടെയൊക്കെ പൊടി പോലുള്ള, അതായത് ഒരു സ്കെയിൽ പോലുള്ള പാച്ചസ്, ഒരു സിൽവർ കളറായിട്ടുള്ള പൗഡർ പോലെയാണ് അത് അടർന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്കാൽപ്പ് സോറിയാസിസ് ആവാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഇത് മൂന്നിനെയും നമ്മൾ ജനറലായിട്ട് ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ എന്നാണ് പേരിടാറ്. എന്നാൽ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മളത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഈ ഡാൻഡ്രഫ് എന്നുള്ളത് ഒരിക്കലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയില്ല. എന്നാൽ സ്കാൽപ്പ് സോറിയാസിസ് ഒരാളിൽ നിന്നും ചിലപ്പോൾ മറ്റൊരാളിലേക്ക് പകർന്നേക്കാം. അതേപോലെ സെബോറിക് ഡെർമറ്റൈറ്റിസ് അധികവും മെയിൽസിലാണ്, ആണുങ്ങളിലാണ്, പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് കണ്ടുവരുന്നത്. അപ്പോൾ ഡാൻഡ്രഫ് അധികം ഉള്ളവരിൽ ഈ പൊടി പോലെ വരുന്നത് അത് തടയാനായിട്ട് നമുക്കൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂവിൻ്റെ കൂടെ തന്നെ കല്ലുപ്പ് അത് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഓയിലി ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉള്ളവരിലാണ്, ഓയിലി സ്കിന്നായിട്ടുള്ളവർ, ഓയിലി സ്കാൽപ്പ് ഉള്ളവരിലാണ് കൂടുതൽ ഇഫക്റ്റീവ് ആവുക. കാരണം ഡ്രൈ ആയിട്ടുള്ളവരിൽ ഈ കല്ലുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വരണ്ടു പോവുകയേ ഉള്ളൂ. ഇനി ഡാൻഡ്രഫിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് പ്രത്യേകം പറയാറുള്ളതാണ്, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട്, ഇത് മലേഷ്യ എന്ന് പറയുന്ന ഒരു ഫംഗസ് കാരണം വരുന്നതാണല്ലോ, അപ്പോൾ അത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ തലേണയുടെ ആ ഒരു ഉറകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ്, ഇതൊക്കെ തന്നെ മാറ്റാനായിട്ട് പറയാറുണ്ട്. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയില്ല. എന്നാൽ ഇതേ ഫംഗസ്, അതേ ചീപ്പും അതേപോലെ തന്നെ ബെഡ് കവറൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പിന്നെയും അതേ ഫംഗസ് വരാൻ സാധ്യതകൾ കൂടുതലാണ്. പഠനങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ വയറിലെ, ആമാശയത്തിലെയും കുടലിലെയും ദഹന പ്രക്രിയകൾ കാരണം വരുന്ന പ്രശ്നങ്ങൾ, അത് കാരണം ലീക്കി ഗട്ട് ചിലർക്ക് ഉണ്ടാവും. അതായത് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് തന്നെ വൻകുടലിൽ നിന്നും ലീക്കാവത്തക്ക രീതിയിൽ, ഇത് കാരണം ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ രക്തത്തിൽ കലർന്ന്, ഈ ഫംഗസ് നമ്മുടെ രക്തത്തിൽ ഫുള്ളായിട്ട് കലർന്ന് ഇത് നമ്മുടെ
തലയോട്ടിയിലെ ഡാൻഡ്രഫ്, മലേഷീസിയ എന്ന് പറയുന്ന ഒരു ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ കൂട്ടാനായിട്ട് കാരണമാവുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കിന്നിൻ്റെ എന്ത് കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോഴും ഭക്ഷണത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. നമ്മുടെ വൻകുടലിൻ്റെ ആരോഗ്യം കൂടെ, ഗട്ട് ഹെൽത്തിൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. നേരത്തെ പറഞ്ഞ് സെബോറിക് ഡെർമറ്റൈറ്റിസ്, ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ആലുവേര ജെല്ല് പുറത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ ചെറിയ അവർക്ക് ആ ഒരു വേദനയും ബുദ്ധിമുട്ടുകളും കുറഞ്ഞ് കാണാറുണ്ട്. ഈ മലേഷീസിയ എന്ന് പറയുന്ന ഫംഗസ് ഈ ഡാൻഡ്രഫിൻ്റെ ആ ഒരു ഉൽപ്പാദനം കൂട്ടും. അപ്പോൾ ചില ഓയിലി ആയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ചിലരിപ്പോൾ ഷാമ്പുവേ ഉപയോഗിക്കുന്നില്ല, തല പ്രോപ്പറായിട്ട് വൃത്തിയാക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഡെഡ് സെൽസ് കൂടുതലായിട്ടും അടിഞ്ഞുകൂടി അത് ഈ ഡാൻഡ്രഫിൻ്റെ കണ്ടീഷനെ വഷളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് നാച്ചുറലായിട്ട്, ഈ ഡാൻഡ്രഫ് നാച്ചുറലായിട്ട് കളയാനുള്ള റെമഡി, ഇപ്പോൾ ഷാമ്പൂ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതല്ലാതെ നമുക്ക് ചില നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ടയുടെ വെള്ള, എഗ് വൈറ്റ് വളരെയധികം ഇഫക്റ്റീവാണ് ഡാൻഡ്രഫ് കളയാനായിട്ട്. ഒരു എഗ് വൈറ്റ് എടുക്കുക, അത് നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ്സിന് ശേഷം അത് വാഷ് ചെയ്ത് കളയുക. ഇത് ഒരു നല്ല ഒരു ഷാമ്പു ഇഫക്റ്റ് മാത്രമല്ല, ഒരു കണ്ടീഷണറിൻ്റെ ഒരു ഇഫക്റ്റും കൂടെ തരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഷാമ്പൂവിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഇഫക്റ്റ് ഉള്ള ഒന്നെന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തിടാം, എന്നിട്ട് അത് അടുത്ത ദിവസം അരച്ചെടുക്കുമ്പോൾ ശരിക്കും അതൊരു പതഞ്ഞ ഒരു രൂപത്തിൽ ഷാമ്പൂവിൻ്റെ അതേ എഫക്റ്റ് ഉണ്ടാവും. അതും തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് കഴുകുന്നത് ഈ ഡാൻഡ്രഫ് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ ഈ ഡാൻഡ്രഫിൽ തന്നെ പലതരങ്ങളുണ്ട്. ഇപ്പോൾ സ്കാൽപ് സോറിയാസിസും സെബോറിക് ഡെർമറ്റൈറ്റിസും ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സെപ്പറേറ്റ് ചികിത്സ തേടേണ്ട ആവശ്യമുണ്ട്. എന്നാൽ നോർമൽ ഡാൻഡ്രഫാണ്, അധികം ഡെഡ് സെൽസ് ഒരുപാട് കളയാത്തത് കൊണ്ട്, പ്രോപ്പറായിട്ട് ഷാമ്പൂ കൊണ്ട് വാഷ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഡാൻഡ്രഫ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഹോം റെമഡീസ് ട്രൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക. ഇലക്കറികളും പച്ചക്കറികളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക, ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുക. പ്രോബയോട്ടിക്സ് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവൈസ് ചെയ്താൽ തന്നെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ ആയിക്കോട്ടെ, ഫംഗസ്, ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നേരാക്കാനായിട്ട് പ്രോബയോട്ടിക്സ്, തൈര്, അതേപോലെ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, ഇത് കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി മുതൽ തലയിൽ നിന്നും വെളുത്തതായിട്ട് വരുന്ന പൊടികൾ എല്ലാം തന്നെ താരനല്ല, ചിലത് സ്കാൽപ് സോറിയാസിസ് ആയേക്കാം, ചിലത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയേക്കാം. അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള റെമഡികൾ ട്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് റിസൾട്ട് തരിക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.